നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ബിജി മാത്യു. പ്രധാന വാർത്തകൾ. പെരുമ്പറമ്പ് മുഴക്കുന്ന പ്രദേശങ്ങളിലുണ്ടായ 2 വ്യത്യസ്ത അപകടങ്ങളിൽ 10 പേർക്ക് പരിക്കേറ്റു. വിലക്കയറ്റത്തിനെതിരെ ഇടതുകക്ഷികളുടെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭം. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ ഉപരോധം. ആറളം ഫാമിൽ തെങ്ങിന് കൂമ്പുചീയൽ രോഗം വ്യാപകമാകുന്നു. അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ആയിരക്കണക്കിന് തെങ്ങുകളാണ് നശിക്കുന്നത്. ന്യൂസ് ടൈം സ്പെഷ്യൽ. ഫ്ലെക്സ് ബോർഡുകൾ പ്ലാസ്റ്റിക്കിനേക്കാൾ മാരകം. വാർത്തകൾ വിശദമായി. പെരുമ്പറമ്പ് മുസ്ലിം പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട മിനി ലോറി 2 ഓട്ടോറിക്ഷയുടെ മേൽ പാഞ്ഞുകയറി 7 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിയൂരിൽ നിന്ന് ഇരിട്ടിയിലേക്ക് വരികയായിരുന്ന 2 ഓട്ടോറിക്ഷകളാണ് പെരുമ്പറമ്പിന് സമീപം അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ നെല്ലിക്കമ്പോയിൽ അശോകൻ, മാടത്തിൽ സ്വദേശി ശശി എന്നിവരെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ശിവപുരം സ്വദേശി മജീദ്, പടിയൂർ സ്വദേശികളായ ഷാജി, ലിജിൽ, ലക്ഷ്മി, അജയൻ തുടങ്ങിയവർക്കും പരിക്കേറ്റു. പെരുമ്പറമ്പ് മുസ്ലിം പള്ളിക്ക് സമീപം വ്യാഴാഴ്ച 4:30 മണിയോടെയായിരുന്നു അപകടം. മുഴക്കുന്ന് ടൗണിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. മുഴക്കുന്ന് മുടക്കോയി സ്വദേശി കാര്യത്ത് മദനൻ, ശിവപുരം സ്വദേശി അബൂബക്കർ, മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാര്യത്ത് മദനനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 3:45 അപകടം. വിലക്കയറ്റത്തിനെതിരെ ഇടതുകക്ഷികളുടെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ ഉപരോധ സമരം നടത്തി. വിലക്കയറ്റം തടയുക, എല്ലാവർക്കും റേഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. പേരാവൂർ LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരാവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധം കേരള കോൺഗ്രസ് J ജില്ലാ പ്രസിഡന്റ് മാത്യു കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. രാജ്യം നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിലക്കയറ്റത്തിന്റെ ഉച്ചയിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. നാണ്യപ്പെരുപ്പം നമുക്കറിയാം, 12 കഴിഞ്ഞു, 14 കഴിഞ്ഞു. ആറളം ഫാമിൽ തെങ്ങിന് കൂമ്പുചീയൽ രോഗം വ്യാപകമാവുന്നു. ഫാമിലെ ബ്ലോക്ക് 10 ഒഴികെയുള്ള മുഴുവൻ ബ്ലോക്കുകളിലും 1000-ലധികം തെങ്ങുകളാണ് രോഗം മൂലം നശിക്കുന്നത്. 10ാം ബ്ലോക്ക് ഒഴികെയുള്ള എല്ലാ ബ്ലോക്കുകളിലും തെങ്ങിന് കൂമ്പുചീയൽ രോഗം മൂലം പുനരധിവാസ മേഖലയിലുള്ള കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പട്ടയം കൊടുക്കുന്ന സമയത്ത് നിലവിൽ ആ സ്ഥലത്തുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉടമകൾക്ക് സർക്കാർ അനുവാദം നൽകിയില്ല. ഇതുമൂലം രോഗം വന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റാനോ പുതിയവ നടാനോ വെച്ചുപിടിപ്പിക്കാനോ ആവുന്നില്ല. രോഗം തടയാൻ വേണ്ടി വിവിധ സംഘടനകളുടെ ആവശ്യത്തെ തുടർന്ന് ആറളം ഫാമിൽ ജില്ലാ പഞ്ചായത്ത് ക്ലസ്റ്റർ അനുവദിച്ചെങ്കിലും ഇത് പിന്നീട് ചതുരൂരിലേക്ക് മാറ്റുകയാണുണ്ടായത്. മലയാളിയുടെ പ്രിയ ചാനലുകളായ ഏഷ്യാനെറ്റ്, സൂര്യ പേ ചാനലുകളാക്കുന്നതിനെതിരെ ജനങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഏഷ്യാനെറ്റ് കാണാൻ പ്രതിമാസം 13 രൂപ 25 പൈസയും ഏഷ്യാനെറ്റ് പ്ലസ് കാണാൻ 7 രൂപയും അധികമായി ഓരോ ഉപഭോക്താവും നൽകേണ്ടി വരും. ഇത് സംബന്ധിച്ച് ജനപ്രതിനിധി KK ശൈലജ MLA, ഉപഭോക്താക്കൾ എന്നിവരുടെ പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൃശ്യ മാധ്യമങ്ങൾ, ചില ചാനലുകൾ പേ ചാനലുകളായിട്ട് മാറിയിരിക്കുകയാണിപ്പോൾ. പ്രധാനമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ 2 ചാനലുകൾ പേ ചാനലായിട്ട് മാറി എന്ന് വളരെ പെട്ടെന്നാണ് പ്രഖ്യാപിച്ചത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൂടി താല്പര്യപ്രകാരം ഇപ്പോൾ നമ്മുടെ മാധ്യമരംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചില ദോഷകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏഷ്യാനെറ്റിനെ റൂപ്പർട്ട് മർഡോക്ക് എന്ന് പറയുന്ന, ഞങ്ങളെല്ലാം മാധ്യമ ഭീകരൻ എന്നാണ് വിശേഷിപ്പിക്കുക, മാധ്യമലോകത്തെ വൻകിടക്കാരായിട്ടുള്ള റൂപ്പർട്ട് മർഡോക്കിൻ്റെ സ്റ്റാർ ചാനലുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ ഇത് നമ്മൾ നേരത്തെ ഊഹിച്ചിരുന്നു, ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട് എന്ന്. എന്നാൽ ഇത്ര പെട്ടെന്ന് ഈ മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലെ സാധാരണക്കാരേറെയും കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി പരിപാടികൾ ഏഷ്യാനെറ്റിൻ്റെ ചാനലിലൂടെ അവർ വീക്ഷിക്കാറുണ്ട്. ആ ചാനലുകൾ വളരെ പെട്ടെന്ന് കിട്ടാതായപ്പോഴാണ് നാട്ടിലെ സാധാരണക്കാർ ഈ പ്രശ്നം മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് ചാനൽ കിട്ടുന്നില്ല. അപ്പോഴാണ് ചാനൽ പേ ചാനലായിട്ട് മാറിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുകൊണ്ട് ഒരുപാട് ഉണ്ടാവുകയാണ്. നാട്ടിൻപുറത്ത് കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് സാധാരണക്കാരുടെ അടുത്ത് നിന്ന് പണം പിരിച്ചെടുത്ത്
ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. പേ ചാനലായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പണം കൂടുതൽ അടക്കണം. അപ്പോൾ നാട്ടിലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാരെല്ലാം തന്നെ നാട്ടുകാരിൽ നിന്ന്, ഗുണഭോക്താക്കളിൽ നിന്ന് പണം കൂടുതൽ ഈടാക്കിക്കൊണ്ട് പണം അടക്കേണ്ടി വരുന്നു. ഫലത്തിൽ ഗുണഭോക്താക്കൾക്ക് വമ്പിച്ച രീതിയിൽ പണം കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. ഈ വിപത്താണ് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. വലിയ കച്ചവട ഭീമന്മാരാണ് റൂപ്പർട്ട് മർഡോക്ക് പോലുള്ള ആളുകൾ. ഇതേവരെ ഫ്രീ ആയിരുന്ന ഈ ചാനലുകൾ ഇപ്പോൾ പണം കൊടുത്തുകൊണ്ട് മാത്രമേ കാണാൻ കഴിയുമെന്ന അവസ്ഥയിൽ എത്തിയിരുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വമ്പിച്ച പ്രക്ഷോഭം ഇക്കാര്യത്തിൽ ഉയർന്നു വരേണ്ടതാണ്. വൻകിട മാധ്യമ ഭീമന്മാർക്ക് വേണ്ടിയിട്ട് നാട്ടുമ്പുറത്തെ സാധാരണക്കാരുടെ സന്തോഷാവസരങ്ങൾ പോലും കച്ചവടത്തിനുള്ള ഉപാധിയായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഫ്രീ ചാനലുകളെ പണം കൊടുത്ത് മാത്രം കാണാൻ സാധിക്കുന്ന പേ ചാനലുകളാക്കി മാറ്റിയതിൽ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടന ശക്തമായിട്ട് പ്രതിഷേധം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ നാട്ടുകാരുടെ ഇടയിൽ നിന്നുകൂടി ഈ കച്ചവടത്തിനെതിരായിട്ട് വമ്പിച്ച പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ സാധിച്ചിരുന്ന ചാനലുകളെല്ലാം ഫ്രീ ആയിട്ട് നിലനിർത്തേണ്ടതായിട്ടുണ്ട് എന്നാണ്. ഇത് അതിസമർത്ഥമായിട്ടുള്ള ഒരു കച്ചവട തന്ത്രമാണ്. ഇപ്പോൾ നടത്തിയിട്ടുള്ള വർധന മാത്രമല്ല, പണം കൊടുത്ത് കണ്ടുകൊണ്ടൊരു ശീലമാക്കിയിട്ട് മാറ്റിയാൽ പിന്നെ ആ ചാനലുകൾ തുടർന്ന് കാണണമെങ്കിൽ വീണ്ടും വീണ്ടും ഈ പണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പലയിടത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് കൂടുതൽ പണം സാധാരണക്കാരുടെ അടുത്ത് നിന്ന് പിഴിഞ്ഞെടുക്കുക എന്നൊരു തത്വം കൂടി, ഒരു ആഗ്രഹം കൂടി ഇതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ട് ഫ്രീ ചാനലുകൾ പേ ചാനലുകളാക്കിയിട്ട് മാറ്റിയതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ കൂടെ ഇടയിൽ നിന്ന് ഉയർന്നു വരണം. ഇത് മുതലാളിത്തത്തിൻ്റെ ഒരു കച്ചവട രീതിയുടെ ലാഭേച്ഛയോടുകൂടി എല്ലാറ്റിനെയും കാണുന്ന ഒരു രീതിയുടെ ഭാഗമാണ്. അതിനെതിരായിട്ട് ഈ ചാനൽ ഫ്രീ ആയിട്ട് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന, ഇപ്പോൾ കാശ് കൊടുക്കേണ്ടതായിട്ട് വരുന്ന കേബിൾ TVക്കാർ പണം പിരിക്കാതെ അവർക്ക് ഈ ചാനൽ പ്രക്ഷേപണം ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പണം പിരിക്കേണ്ടതായിട്ട് നിങ്ങളുടെ അടുത്തേക്ക്, നാട്ടുകാരുടെ അടുത്തേക്ക് വരേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവരുടെ സംഘടന നടത്തുന്ന പ്രക്ഷോഭത്തിൽ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെ കൂടി സഹകരണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുകയാണ്. ഏഷ്യാനെറ്റ്, സൂര്യ എന്നീ 2 ജനകീയ ചാനലുകൾ ഇപ്പോൾ വിദേശ കുത്തക മുതലാളിമാർ ഇന്ത്യയിലേക്ക് മാധ്യമരംഗത്ത് കടന്നു വരുന്നതിന്റെ ഭാഗമായി ഏഷ്യാനെറ്റും സൂര്യയും ഉൾപ്പെടെയുള്ള ചാനലുകൾ ജനങ്ങളുടെ എക്കാലം അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജനകീയ ചാനലുകൾ എന്ന് പേരെടുത്ത ഈ ചാനലുകൾ ഈ വിദേശ മാധ്യമ ഭീമന്മാരുടെ കൈകളിൽ വന്നതോടുകൂടി ഇവിടെ ആ ചാനലുകൾ യഥാവസരം കിട്ടാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരന് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ പേ ചാനലാക്കിയിട്ടുള്ള അവരുടെ നിലപാട് വളരെ പ്രതിഷേധാർഹമായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എല്ലാ ചാനലും അങ്ങനെ കൂടി വരില്ലേ? ഇതിപ്പോൾ 2 പേ ചാനലാണെങ്കിൽ ബാക്കി എല്ലാ ചാനലുകൾക്കും പേ ചാനലാവണം. സാധാരണക്കാർക്ക് സ്ഥിരമായിട്ട് കാണുമ്പോൾ അത് പെട്ടെന്ന് ഇല്ലാതായി കഴിയുമ്പോഴും പൈസ കൂടുതലാകുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാവും. അത് ഏഷ്യാനെറ്റുള്ള ജനകീയ ചാനലുകളിൽ അങ്ങനെ പേ ചാനലിലേക്ക് പോകുന്ന ഒരു ശരിയായ കാര്യമല്ല. ആദ്യം തന്നെ മലയാളത്തിൽ വന്ന ഒരു ചാനലാണ്. അപ്പോൾ അതുപോലെ തന്നെ ധാരാളം പ്രേക്ഷകരുള്ള ഒരു ചാനലാണ്. അപ്പോൾ അവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ഒരു കുത്തക വ്യവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് ശരിയല്ല. ചരമം മേൽമുരിങ്ങോടി കടക്കകത്ത് ചാലിൽ ജോയി നിര്യാതനായി 45 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 പെരുമ്പുഞ്ഞ ഫാത്തിമ മാതാ പള്ളി സെമിത്തേരിയിൽ. കൊളക്കാട് കുന്നത്തുശ്ശേരി തങ്കച്ചൻ എന്ന മാത്യു നിര്യാതനായി 48 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുമ്പറമ്പ് മുഴക്കുന്ന പ്രദേശങ്ങളിലുണ്ടായ 2 വ്യത്യസ്ത അപകടങ്ങളിൽ 10 പേർക്ക് പരിക്കേറ്റു. വിലക്കയറ്റത്തിനെതിരെ ഇടതുകക്ഷികളുടെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ ഉപരോധം. ആറളം ഫാമിൽ തെങ്ങിന് കൂമ്പുചീയൽ രോഗം വ്യാപകമാകുന്നു. അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ആയിരക്കണക്കിന് തെങ്ങുകളാണ് നശിക്കുന്നത്. ന്യൂസ് ടൈം സ്പെഷ്യൽ. ഫ്ലെക്സ് ബോർഡുകൾ പ്ലാസ്റ്റിക്കിനേക്കാൾ മാരകം. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.